மாறுவோம் மாற்றுவோம் மாறுவோம் மாற்றுவோம் மாறுவோம் மாற்றுவோம். யாருமா அது? அண்ணாமலை மாமா. கரெக்டா சொல்லிட்டேன். പ്രിയ സുഹൃത്തുക്കളെ, സത്യം പറഞ്ഞാൽ ഈ അണ്ണാമലൈൻ്റെ വീഡിയോ കണ്ടിട്ട് ചിരിച്ച് മരിക്കുകയായിരുന്നു. അതായത് നമ്മുടെ കേരളത്തിലൊക്കെ പറയുന്നില്ലേ, അതായത് മാറാത്തത് മാറും, അതുപോലെ മാറ്റാത്തത് മാറുമോ, മാറാത്തത് മാറും എന്ന് പറയുന്ന പോലെ മാറ്റാത്തത് മാറ്റുമോ, അങ്ങനെ എന്തോ പറഞ്ഞിട്ട് ഒരു പോസ്റ്ററൊക്കെ അടിച്ചിറക്കിയിട്ട് കുറേ കുട്ടികളെ കൊണ്ടിട്ട് പറയിപ്പിക്കുന്നത്. അതിൻ്റെ സൈക്കോളജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വിജയ് ഉണ്ടല്ലോ, വിജയ്ക്ക് കുട്ടികളെ കൊണ്ടാണ് വോട്ട് കിട്ടിയത്. അതായത് വിജയ് മാമാക്ക് പോടുക, വിജയ് അണ്ണാക്ക് പോടുക, വിജയ് ചിത്തപ്പാക്ക് പോടുക, എന്നൊക്കെ അതേ ഒരു ടെക്നോളജി നമ്മുടെ അണ്ണാമല ഒന്ന് ഇറക്കാൻ ശ്രമിക്കുകയാണ്. അതിനുവേണ്ടി കുറേ കുട്ടികൾക്ക് മുട്ടായൊക്കെ വാങ്ങിക്കൊടുത്തിട്ടാണ് അണ്ണാമലയുടെ ഫോട്ടോയൊക്കെ വെച്ചിട്ട് കുട്ടികൾ പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കോളജി മൂവ്മെൻറ്റ് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പാർട്ടിയിൽ നിന്ന് മാറിയിട്ടില്ലേ എന്നൊരു സംശയം. കാരണം മാറാത്തത് മാറുമോ, അതുപോലെ തന്നെ മാറ്റാത്തത് മാറ്റുമോ എന്ന് രണ്ടിനും ഒരു മാച്ചാകുന്ന പോലെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ അണ്ണാമല നമ്മുടെ ഭാരതപുത്രന്മാരായ പാർട്ടിയോട് പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ പേര് പറഞ്ഞ് നമുക്ക് തമിഴ്നാട് ജയിക്കാൻ കഴിയുന്നില്ല. ഞാൻ 5-6 വർഷമായി ശ്രമിക്കുന്നു. ഇന്നലെ വന്ന പയ്യൻ, ആ പയ്യൻ വന്ന് മുഖ്യമന്ത്രിയായിപ്പോയി. എനിക്ക് നാണക്കേടാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പാർട്ടിയിൽ നിന്ന് മാറുകയാണെന്ന് ജനങ്ങളുടെ മുന്നിൽ ബോധ്യപ്പെടുത്തിയിട്ട് ഇവിടെ വന്നിട്ട് ഞങ്ങൾ മാറാത്തത് മാറ്റുമോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പുതിയൊരു സെറ്റപ്പിൽ പോകാം. അപ്പോൾ നിങ്ങൾ എന്നെ വിമർശിച്ചോ ഈ ഭാഗത്തൂടെ. അങ്ങനെ ഞാൻ കുറേ വോട്ടൊക്കെ ഉണ്ടാക്കി ജയിച്ച പിന്നെ നിങ്ങളുടെ ഒപ്പം വന്ന് കൈ കോർക്കാം എന്നൊരു സൈക്കോളജി മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ഐഡിയ പുള്ളിക്കാരൻ ഇറക്കുന്നുണ്ടോ എന്നൊരു ചെറിയൊരു സംശയം. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ കമൻറ്റിൽ വരിക. പിന്നെ മറക്കാതെ എൻ്റെ ചാനൽ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യുക. നമുക്ക് ഒരുപാട് ഭാരതപുത്രന്മാരുടെ കാര്യങ്ങൾ പറഞ്ഞ് ചിരിക്കാനുണ്ട്. കാരണം അത്രമാത്രം കോമഡിയാണ്. നമ്മുടെ ഇന്ത്യ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയിലും അതുപോലെ തന്നെ പെട്രോൾ വില കയറ്റവും സാധന വില കയറ്റവും 1 സെൻറ്റ് ഭൂമി പോലും വാങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് നമ്മുടെ രാജ്യം പോയിട്ടിരിക്കുന്നത്. അപ്പോഴും ഭാരതപുത്രന്മാരെല്ലാം കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. യാതൊരു പ്രശ്നമില്ല. റോസ്റ്റിന് 80 രൂപയല്ല, ഞങ്ങൾ 150 രൂപ വേണമെങ്കിൽ ഞങ്ങളുടെ ഭാരതത്തിന് വേണ്ടി കൊടുക്കുന്നു പറഞ്ഞ അഭിമാനത്തോടു കൂടി കമൻ്റ് അടിക്കുന്ന ഈ ഭാരതപുത്രന്മാരെ നമുക്ക് കാണാൻ കഴിയും. അതിനെക്കുറിച്ച് നമുക്ക് വിശദമായി പറഞ്ഞുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാം. മറക്കാതെ ഫോളോ ചെയ്യുക.